നമസ്കാരം. 2023 UPSCയുടെ ഫലം വന്നപ്പോൾ കേരളത്തിന് ഈ തവണ വളരെ മികച്ച റാങ്കാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുപരി വളരെ ഇന്നത്തെ വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ റൂംമേറ്റ്സ് ആയിട്ടുള്ള ഒരു റൂമിൽ ഒന്നിച്ച് പഠിച്ച് സിവിൽ സർവീസിൻ്റെ വിജയം കരസ്ഥമാക്കിയ 2 പേരാണ് ഇന്ന് നമ്മളോട് ഉള്ളത്. നമുക്ക് അവരോട് സംസാരിക്കാം. നമ്മളോട് ഇന്നുള്ളത് അമൃത ആണ്. അമൃതയ്ക്ക് ഈ വർഷത്തെ UPSCയിൽ 398ാമത്തെ റാങ്കാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളോട് അങ്കിതയുണ്ട്. അങ്കിത 594ാമത്തെ റാങ്കാണ് കരസ്ഥമാക്കിയത്. ഇവർ രണ്ടുപേരും റൂംമേറ്റ്സ് ആയിരുന്നു, രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ്. നമുക്ക് ഇവരോട് സംസാരിക്കാം. ഇവരുടെ UPSCയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു UPSCയുടെ ഒരു ജേണി എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവർ തന്നെ പറയും അല്ലേ. വെൽക്കം അമൃത, വെൽക്കം അങ്കിത. സോ ബേസിക്കലി രണ്ടുപേരും ഈ പറഞ്ഞ പോലെ തന്നെ റൂംമേറ്റ്സ് ആയിട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പഠിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടുപേരും ഒരേപോലെ ഒരു സ്റ്റേജിൽ പോവാണ്. ഇതിനകത്ത് ഉള്ളൊരു ബെനഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു ഒരു റൂംമേറ്റ് കിട്ടുക? അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ആദ്യം തന്നെ അമൃതനെ ഒരു റൂംമേറ്റായി കിട്ടിയപ്പോൾ അങ്കിതയ്ക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? അമൃത, ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഫസ്റ്റ് മെയിൻസ് കൊടുക്കുന്നത്. ഓൾറെഡി മെയിൻസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു അമൃത. അപ്പം ഇത് തുടങ്ങുമ്പോഴത്തേന് അമൃത പറയും ഇങ്ങനെയായിരുന്നു അവസ്ഥ, ഫസ്റ്റ് മെയിൻസിൽ ഇതായ സിറ്റുവേഷൻ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആൻസർ റൈറ്റിംഗ് തുടക്കം സ്ക്രാച്ച് തൊട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അമൃതയുടെ പേപ്പറിൽ കണ്ടന്റ് റിച്ച് ആണ്. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ എപ്പോൾ എത്തും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിൻസ് സമയത്ത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്ട്രെസ്സാണ്. അപ്പം അമൃത അടുത്ത് വന്ന് ചോദിക്കും പഠിച്ചു തീർന്നോ ടെസ്റ്റിന്? അവള് പറയും പഠിച്ചു തീർന്നിട്ടില്ല. അപ്പൊ ഒരു സമാധാനമാണ്. അവനോട് പഠിച്ചു തീർന്നില്ല എന്ന് പറഞ്ഞതാണോ? മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു തീർന്നില്ല എന്ന് പറഞ്ഞാണ്. നമ്മള് ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും പഠിച്ചു തീരൽ എന്ന് പറയുന്ന സാധനമില്ല. എന്തറിയോ അത് പോയി എഴുതലാണ്. പിന്നെ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പം അങ്കിത എത്തിക്സിലും എസ്സേയിലേക്കും അങ്കിത നന്നായിട്ട് എഴുതും. അപ്പം ഞാൻ അങ്കിതേൻ്റെ പേപ്പർ വായിച്ചു നോക്കും. ബാക്കി GSൽ എൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് അങ്കിത ഞാൻ പറയുന്ന വേർഡൊക്കെ നെക്സ്റ്റ് അങ്കിതേൻ്റെ പേപ്പറിൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. രണ്ടുപേരും ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയത് കൊണ്ടാണ് സക്സസിൻ്റെ ഒരു പരിധി വരെ അല്ലേ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കും സക്സസ് ഇത്രയും മനോഹരമായി തീർന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പൊതുവേ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് UPSC ഇൻ്റർവ്യൂ പാസ്സായി അല്ലെങ്കിൽ സർവീസ് കയറി എല്ലാവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്ത് തോന്നുന്നു സർവീസ് കിട്ടിയതിന് ശേഷം? ഇനിയൊരു ഗവൺമെന്റ് എക്സാം എഴുതണ്ട, ആവശ്യമില്ല, ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരില്ല എന്ന് തോന്നുന്നു. സിവിൽ സർവീസിൽ റാങ്ക് ഇംപ്രൂവ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. തീരുമാനിച്ചിട്ടില്ല, സർവീസ് ലൊക്കേഷൻ വന്നിട്ട് ചെയ്യാം. ബട്ട് ഇത് ഇത്രയും കഷ്ടപ്പെട്ടതിന് റിസൾട്ട് ഉണ്ടായെന്നൊരു റിലീഫ് ഉണ്ട്. നല്ലതായിട്ട് വീട്ടുകാർ നല്ല ഹാപ്പിയാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ജോലിയായി, അത് ഇഷ്ടപ്പെട്ട ഒരു മേഖല കിട്ടി. സോ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അമൃതനെ സംബന്ധിച്ചോളം എനിക്കും ആ സന്തോഷത്തിനേക്കാൾ അപ്പുറം സമാധാനം എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഒരു 5 കൊല്ലം എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് സോഷ്യൽ പ്രഷർ വരും. അപ്പം എൻ്റെ കേസിൽ അതുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം മാറിക്കിട്ടിയാലുള്ള സന്തോഷം, അതിൻ്റെ അപ്പുറം സമാധാനം, അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകാമെന്നുള്ളത് അറിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് വരുന്നത്. സോഷ്യൽ പ്രഷറിൻ്റെ കാര്യം ഇപ്പോൾ അമൃതയും പറഞ്ഞു. ഇപ്പം സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ പൊതുവേ ഉള്ളൊരു പ്രശ്നം നമ്മളിപ്പോൾ സ്റ്റുഡൻസിൽ കാണുന്നത്, ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ വളരെ മോട്ടിവേഷൻ ആയിരിക്കും. ചുറ്റുപാടുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാണുന്ന അമ്മാവനും ആൻറ്റിയൊക്കെ വന്നിട്ട് മോളെ കിട്ടും, നിനക്ക് പറ്റുമെന്ന് പറയും. പക്ഷേ 1-2 തോൽവി കഴിയുമ്പം ഈ അമ്മായിനെ ആൻറ്റീനെ ഒന്നും കാണാതെ വരുന്നൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്രഷർ എത്രത്തോളം ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ കഴിക്കണം എന്ന് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാർ നല്ല രീതിയിൽ കുത്തുമായിരുന്നോ? എൻ്റെ പാരൻസ് ആക്ച്വലി നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ എക്സ്റ്റെൻഡഡ് ഫാമിലിയൊക്കെ പറയുമ്പം അവർ സ്വാഭാവികമായിട്ടും വറീഡാവും. അപ്പോൾ അവർ ചോദിക്കും നമുക്ക് ഈ മാരേജൊക്കെ അതിനെപ്പറ്റി ആലോചിച്ചൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ 4ാമത്തെ അറ്റംപ്റ്റിൽ മെയിൻസ് ഫെയിലായപ്പം പാരൻസ് പറയുന്നുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കൂടെ, ഇതിൽ തന്നെ ഇരുന്നാൽ ഏജ് ഓവറാവും, പിന്നെ ബാക്കി എക്സാംസ് എഴുതാൻ പറ്റില്ല എന്ന ആ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പാരൻസ് എന്നെ ഫിനാൻഷ്യലി ഇമോഷണലി ത്രൂ ഔട്ട് എൻ്റെ ജേർണിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യലി പ്രഷർ ആങ്കിതൊക്കെയോ? എനിക്ക് ഞാൻ സത്യം പറഞ്ഞ റിലേറ്റീവ്സിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരുടെ ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇല്ല കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചീനെയും ഞങ്ങളെ കുറേ ഇൻഡിപെൻഡൻ്റ്ലി ആണ് വളർത്തിയിട്ടുള്ളത്. സോ ബാക്കി എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സിന് വലിയ സേ ഉണ്ടായിട്ടില്ല ഇൻ അവർ മാറ്റേഴ്സ് എസ്പെഷ്യലി. ആൻഡ് എൻ്റെ സിസ്റ്റർ ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് മെയ്ഡ് വുമൺ ആണ്, വർക്കിംഗ് ആണ്. സോ ആൻഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആൾ കല്യാണം കഴിച്ചതും ഒക്കെ.
സോ ആ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു വാല്യൂ സിസ്റ്റം ഓൾറെഡി എൻ്റെ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ഹെൽപ്പ് ഫോർ മീ ത്രൂ ഔട്ട് ദിസ് പ്രോസസ്സ്. ഒരിക്കലും ഫാമിലിയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഒരു പ്രഷർ വന്നില്ല. ഈവൻ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ ഇൻ്റർവ്യൂവിൽ പോയി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പപ്പനെ വിളിച്ച് പറഞ്ഞു ഞാൻ കിട്ടിയില്ല. പക്ഷേ വിതൗട്ട് സ്കിപ്പിംഗ് എ ബീറ്റ് ഹി സെഡ് കുഴപ്പമില്ല മോളെ നെക്സ്റ്റ് ടൈം. സോ അവർ ഒട്ടും അവർക്ക് എന്നിലുള്ള ഒരു കോൺഫിഡൻസും ആൻഡ് അവരെനിക്ക് തരാത്തൊരു സ്ട്രെസ്സാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പറഞ്ഞു തന്നത്. കാരണം പല സ്റ്റുഡൻസിലും കാണുന്നതാണ്, വളരെ പൊട്ടൻഷ്യലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും, പക്ഷേ പലപ്പോഴും 1-2 അറ്റംപ്റ്റുകളിൽ അവർക്ക് കിട്ടാതാകുമ്പോഴേക്കും ചുറ്റുപാടുള്ള സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ, അവർ മറ്റ് ജോലികൾക്ക് ശ്രമിച്ചൂടെ, ഒരു പ്ലാൻ ബിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പേരെ സക്സസ്സിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് ഈ പ്ലാൻ ബി ഓപ്ഷനാണെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പ്ലാൻ ബി വേണം, അല്ലെങ്കിൽ സിവിൽ സർവീസിന് ഒരു പ്ലാൻ ബി വേണോ അതോ വേണ്ടോ? എന്താണ് അങ്കിതിൻ്റെ അഭിപ്രായം? സിവിൽ സർവീസ് പ്രിപ്പറേഷൻ മാറ്റി വെച്ച ഒരു പ്ലാൻ ബിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ പ്രൈമറി ഗോൾ വാസ് സിവിൽ സർവീസ് ആൻഡ് ഓൾറെഡി ഒരു സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് കണ്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ വിചാരിച്ചിരുന്നത് UPSC ഒരു എന്തായാലും നല്ലൊരു 2-3 അറ്റംപ്റ്റ്സിന് ശേഷം വേണമെങ്കിൽ പ്ലാൻ ബിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അതിപ്പം ഗവൺമെൻറ് ജോബ് അങ്ങനെയല്ല, ഒരു ജോബ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിരുന്നേനെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ന വേ ജോബ് ഇല്ലാത്ത ഒരു പ്ലാൻ ബി ഇല്ലാത്തതും കൂടി ഒരു മോട്ടിവേഷനാണ്. അതെ 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 അതെ. കാരണം വീഴാനൊന്നും ഇല്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ആ പേടി ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പ്ലാൻ ബി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വീഴാൻ നേരത്ത് ഒന്നും പിടിക്കാനില്ല എന്നറിയാം. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഇട്ടേച്ച് പോകാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞ ഇല്ല ഞാൻ എന്ത് വന്നാലും ഇതിൽ തന്നെ നിൽക്കുന്നതാണോ? അതോ ഡിഡ് യു ഗിവ് അപ്പ് ഇൻ ബിറ്റ്വീൻസ്? Actually, I did not get a chance to give up. First attempt to prelims clearilla, second attempt to prelims interview ready. So when I reached the interview stage, I knew which all areas I had to work on. അപ്പോൾ എനിക്ക് ഒരു ഇംപ്രൂവ്മെന്റിന്റെ ചാൻസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഗിവിംഗ് അപ്പ് എന്നുള്ളൊരു ഫീലിംഗ് ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. എനിക്ക് വർക്ക് ഓൺ ഇറ്റ്, ഇംപ്രൂവ് ചെയ്തു, പ്രാക്ടീസ് ആ ഒരു രീതിയിലാണ് ഞാൻ പോയത്. നമ്മളെ സംബന്ധിച്ചോളം 5ാമത്തെ അറ്റംപ്റ്റിലാണ് വിജയം കാണുന്നത്. 3ാമത്തെ അറ്റംപ്റ്റിലാണ് അതിലെത്തി. അപ്പം ഒരു കുറച്ചുകൂടി വലിയ വിജയം അല്ലേ? അപ്പം ആ സമയത്ത് എങ്ങനെയായിരുന്നു? എനിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് മുതൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്ലിംസ് മിസ്സാവുന്നത് ജസ്റ്റ് 1.33 മാർക്സ് ആണ്. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ പ്ലിംസ് കയറി, അതും ഹ്യൂജ് മാർജിനിൽ കയറി. പിന്നെ മെയിൻസ് എഴുതി. പിന്നെ ആ സമയം കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്നു, വേണ്ടത്ര ഗൈഡൻസ് കിട്ടിയില്ല. അപ്പോൾ ആ സമയം വീണ്ടും ജസ്റ്റ് മിസ്സായി. പിന്നെ 3ാമത്തെ അറ്റംപ്റ്റിൽ പ്ലിംസ് കയറിയില്ല. 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ പ്ലിംസ് കയറി. മെയിൻസ് ഇതേപോലെ കുറച്ച് മാർജിനിൽ പോയി. പക്ഷേ ആ സമയം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു മെയിൻസ് കയറാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ എസ് എൽ എനിക്ക് മാർക്ക് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ജോലിയില്ല. അപ്പോൾ ഈ PSC ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് PSC എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും പ്രിലിംസ് കയറും, മെയിൻസിൽ പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് പോവും. അപ്പം ഇനിയൊരു ജോബായിട്ട് ഒന്ന് സെറ്റിൽഡായിട്ട് എഴുതിയ പോരെ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയം എൻ്റെ പല ഫ്രണ്ട്സും എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അവർ പറഞ്ഞു എന്തായാലും ഈ ജേർണിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒരു ഫ്ലോ പോവും, അപ്പോൾ വേറെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത 1-2 ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ലക്ലി ഞാൻ അവർ പറഞ്ഞത് കേട്ടു. അങ്ങനെ 5ാമത്തെ അറ്റംപ്റ്റിൽ എല്ലാം കടന്നു. അത് ഓരോരുത്തർ നിങ്ങൾ പരസ്പരം വിജയത്തിന് കാരണം ഓരോരുത്തരാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിജയത്തിൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം കൊണ്ട് രക്ഷപ്പെടും എന്ന് വിചാരിച്ചതിൻ്റെ ഒരു വിജയത്തിൻ്റെ തൊട്ട് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പം ഇല്ല, നമ്മുടെ പേര് ആ റാങ്ക് ലിസ്റ്റിലില്ല, അല്ലെ നമ്മുടെ പേര് ലിസ്റ്റിലില്ല എന്ന് കാണുന്ന മൊമെൻറ്റിൽ അത് എന്തായിരുന്നു ആ സമയത്തൊരു ഫീലിംഗ്? ഇനീഷ്യലി ഭയങ്കര ഒരു ബ്ലാങ്ക് ആയൊരു ഫീലിങ്സ് ആയിരുന്നു. അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല. അടുത്ത അറ്റംപ്റ്റ് കൊടുക്കണം, അറ്റംപ്റ്റ് ആകെ 2 അറ്റംപ്റ്റ് മുന്നിലുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ജോബില്ല, വേറെ ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാനുള്ള മനസ്സില്ല. അപ്പോൾ ആ ഒരു ചോദ്യചിഹ്നമായിട്ട് ഭാവി ഇങ്ങനെ മുന്നിൽ കാണുമായിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങി, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നുള്ളൊരു ഇതിലാണ്. ഇതാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ വരെ എത്തി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ എത്തി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഒരു 1 ഡേ ഗെയിമാണ്.
റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസ്, ഇല്ലെങ്കിൽ പഴയ പോലെ ബാക്ക് ടു സീറോ. അപ്പോൾ ഇതൊരു അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ എന്തായാലും നമ്മൾ കിട്ടുമെന്നുള്ള, നമ്മൾ എത്ര റാഷണലായിട്ട് ചിന്തിച്ചാലും നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ റിസൾട്ടിൽ വരുന്നു, പേര് കാണുന്നില്ല എന്ന് തോന്നുമ്പം എന്തായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് അമൃത പറഞ്ഞ പോലെ ഒരു ബ്ലാങ്ക് ആയിരുന്നു ഫസ്റ്റ് ടൈം. ഭയങ്കര ഒരു ഡൗൺ ഫീൽ ചെയ്ത ഒരു മൊമെൻ്റ് ആണിത്. ആൻഡ് എവിടെ പോയത്, ഈവൻ ദോ ദർ ഇസ് എ ചാൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ദർ ഇസ് എ ചാൻസ്, ഓൺലി 1/3 ചാൻസേ ഉള്ളൂ ആ ലിസ്റ്റിൽ കയറാൻ, ഈവൻ ദോ ഇൻ്റർവ്യൂവിൽ എത്തിയെങ്കിലും. പിന്നെ ഞാൻ വിളിച്ചു മാർക്ക് ഷീറ്റ് വരട്ടെ, എന്താ പറ്റിയെന്ന് ഒന്ന് അനലൈസ് ചെയ്യാമല്ലോ. പക്ഷേ നെക്സ്റ്റ് ഡേ മാർക്ക് ഷീറ്റ് വന്നപ്പോൾ ഇറ്റ് വാസ് ഓൾസോ ആൻ എൻകറേജ്മെൻറ്റ്. ഞാൻ 6 മാർക്സിനാണ് ഫൈനൽ ലിസ്റ്റിൽ നിന്ന് പോയത്. സോ ദാറ്റ് വാസ് ഓൾസോ ആൻ എൻകറേജ്മെൻറ്റ് ദാറ്റ് മേ ബി കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ ഐ ക്യാൻ ഗെറ്റ് ത്രൂ ദ നെക്സ്റ്റ് ടൈം. ആൻഡ് പ്രിലിംസ് ജസ്റ്റ് ആഫ്റ്റർ 1 വീക്ക് ആയിരുന്നു. അപ്പം ഈ അറ്റംപ്റ്റ് എന്തായാലും നന്നായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം, ആ ഉള്ള രീതിയിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ പ്രിലിംസ് കൊടുക്കുന്നത്, ലൈക്ക് 1 വീക്ക് ഒരു ഗ്യാപ്പിലാണെങ്കിലും. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞാൻ ക്ലിയർ ആയി. സോ ഇവിടെ വരെ എത്തി. അമൃതയെ സംബന്ധിച്ചോളം ഈ ഓരോ ഫെയിലിയറിൻ്റെ സമയത്തും ലൈക്ക് വാട്ട് മോട്ടിവേറ്റഡ് യു ടു അഗെയിൻ കം ബാക്ക് ആൻഡ് പ്രിപ്പയർ, ഗോ ടു ദ സെയിം സൈക്കിൾ അഗെയിൻ? ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ലൈക്ക് പുറത്തുള്ള ആളുകൾക്ക് തോന്നുമ്പോൾ ഒരു 2-3 എക്സാമാണെന്ന് തോന്നും. പക്ഷേ നമുക്കേ അറിയുള്ളൂ ഇതൊരു ഇറ്റ്സ് എ ഹിയർ ലോങ് പ്രോസസ് ആൻഡ് ഇറ്റ് ലൈക്ക് സോ മച്ച് ഓഫ് മെൻ്റൽ സ്ട്രഗിൾ ഒക്കെ ഉള്ളൊരു എക്സാമാണ്. സോ അഗെയിൻ ആ ഒരു പാത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് വാട്ട് മോട്ടിവേറ്റഡ് യു? എനിക്കൊരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉണ്ട്. കാരണം സിവിൽ സർവൻ്റ് ആവുക എന്നുള്ളത് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അംബീഷൻ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് ആർട്സിലേക്ക് തിരിഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ അന്ന് മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാത്ത് എടുത്തത്. അപ്പോൾ എന്ത് വന്നാലും ആ അംബീഷൻ ആ ഒരു പാത്തിൽ സ്റ്റിക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ആണ് ഇതിൽ പിടിച്ചു നിർത്തിയത്. ഒരു ആഫ്റ്റർ 10th സ്റ്റാൻഡേർഡ് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങും എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഹാഡ് എ സർട്ടൻ ഐഡിയ ദാറ്റ് സംവെയർ ഡ്യൂറിങ് മൈ യങ് ഏജ്, അല്ലെങ്കിൽ 20 to 30 years ഞാൻ എന്തായാലും അറ്റംപ്റ്റ് കൊടുക്കും എന്നറിയാം. ബട്ട് എനിക്ക് ആ സമയത്ത് ഒരു ഗൈഡൻസ് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എനിക്ക് എക്സ്റ്റേണലി തന്ന ഓരോരോ ഐഡിയാസ്, ലൈക്ക് ഹി ഹാസ് മെറ്റ് പീപ്പിൾ ഹു ഹാവ് പ്രിപ്പയർഡ് ഫോർ UPSC, അങ്ങനത്തെ ആൾക്കാർ. അപ്പം അത് വെച്ചിട്ട് തന്ന ഒരു മോട്ടിവേഷൻ അച്ഛനാണ്. ആ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നതും അതിന് കുറേയൊക്കെ വളമിട്ട് കൊടുത്തത് അച്ഛനാണ്. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ ആഫ്റ്റർ കോളേജ് ഐ വർക്ക് ഫോർ സം ടൈം, ദെൻ ഐ ലെഫ്റ്റ് ദ ജോബ്, ദെൻ ഐ പ്രിപ്പയർഡ് ഫോർ ദിസ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ നോക്കാം, ഇല്ലെങ്കിൽ വീൽ സി അലോങ് ദ വേ അതെങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അറ്റംപ്റ്റ് എന്തായാലും കൊടുക്കാം, ഒരു ആഗ്രഹം ഉള്ളിടത്തോളം എന്തായാലും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതെ അതെ, ഒരു ഇനീഷ്യലി എനിക്ക് ഒരു ഐഡിയ പ്ലാൻ ചെയ്ത് തന്നത് ഫാദറാണ്. എനിക്കും എൻ്റെ അച്ഛന് ഹ്യൂജ് റോൾ ഉണ്ട്. ആ ഇനീഷ്യൽ ഐഡിയ ഇപ്പം നമ്മൾ പൊതുവേ പറയുന്നത് കേൾക്കുന്നുണ്ട്, കിങ്ങും കമ്മീഷണറും കണ്ടിട്ട് സിവിൽ സർവീസിലേക്ക് വന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് അല്ലേ, സിനിമയിൽ നിന്ന് മോട്ടിവേഷൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ സംബന്ധിച്ചോളം കിങ്ങും കമ്മീഷണറും പിന്നീട് വന്ന വിക്രമാദിത്യനൊക്കെ ആണെങ്കിലും ആൺകുട്ടികൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് മാത്രമേ എനിക്കത് തോന്നുള്ളൂ. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ മലയാള സിനിമ അങ്ങനെ IAS ആവാനോ IPS ആവാനോ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചൊരു പാട്രിക്കിൽ. അപ്പം വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ് ഇനിഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ്? ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം നമ്മൾ ആ ഒരു ബ്ലോക്കിലെ കുറേ സെലക്റ്റഡ് കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ആ സെലക്റ്റഡ് കുട്ടികളുടെ ഇടയ്ക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം അവർ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ പറയുമായിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. അപ്പം അച്ഛനും ആ കാര്യം പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ക്യൂസിങ്ങിലൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ലീവ് എടുത്ത് എന്നെ ഇടയ്ക്ക് എന്നെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ സിവിൽ സർവൻസിനെ കാണുമായിരുന്നു ഈ കോമ്പറ്റീഷനൊക്കെ ഇടയ്ക്ക്. അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞു സിവിൽ സർവീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് പോയി. എക്കണോമിക്സ് ആണ് UG ചെയ്തത്, ദെൻ PG ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് TISലാണ് ചെയ്തത്. ഈ സോഷ്യൽ സയൻസ് എന്ന് വരുന്ന ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം സിവിൽ സർവീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ അങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് സിവിൽ സർവീസ് എന്നുള്ളൊരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്.
ഏതൊരു ഇപ്പം നമ്മുടെ ഗ്രാജുവേഷൻ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കാം. മേ ബി ഇപ്പം ഒരു ബിടെക് ഗ്രാജുവേറ്റിന് അവർക്ക് CSAT ഇപ്പോൾ കുറച്ച് ട്രെൻഡ് മാറുന്നുണ്ട്, സ്റ്റിൽ അത് അത്ര ശ്രദ്ധിക്കേണ്ടി വരില്ലായിരിക്കും. പിന്നെ ടു ദ പോയിന്റ് എഴുതാൻ ചിലപ്പം കഴിവ് കൂടുതലായിരിക്കും. ഇതൊക്കെ ഒരു അസംഷനാണ്. എന്നിരുന്നാലും ഇപ്പോൾ അതെ അപ്പോൾ സോഷ്യൽ സബ്ജക്റ്റ് ആണെങ്കിൽ മേ ബി റൈറ്റിംഗ് സ്കില്ല് കുറച്ച് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അങ്ങനെയാണ് അങ്കിത ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഫീൽഡിലുണ്ടോ? എനിക്ക് CSAT ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് സ്റ്റിൽ ആൻ അഡ്വാൻറ്റേജ്. പക്ഷേ CSAT എനിക്ക് ഞാൻ പൊതുവെ CSAT എങ്ങനെ എഴുതിയാലും മിക്കവാറും ക്ലിയർ ആവും. ഈ 3 അറ്റംപ്റ്റിൽ ഞാൻ CSAT നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ലോജിക്കൽ തിങ്കിങ് നമുക്ക് വേണം, അനലിറ്റിക്കൽ തിങ്കിങ്. ആൻഡ് ആ തിങ്കിങ് മെയിൻസിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൻസർ സ്ട്രക്ചർ ചെയ്യുന്നതിന്. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം ഒത്തിരി എഴുതില്ല. ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് എഴുതുന്നുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് നന്നായിട്ട് കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. സോ അത് സ്കില്ല് ഞാൻ പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വന്നു. ആൻഡ് അത് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സയൻസ് ആൻഡ് ടെക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സോ ദാറ്റ് ഓൾസോ ഈസിയർ ആണ്. ആ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്ക് പിന്നീട് വന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതെ. പൊതുവേ മലയാളികൾക്കുള്ളൊരു കുറേ പേര് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസിലേക്ക് വരാൻ ഒരുപാട് വലിയൊരു പോപ്പുലേഷൻ ഇംഗ്ലീഷിനോടുള്ളൊരു പേടി കാരണം വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് എനിക്കത്ര നല്ല ഇംഗ്ലീഷ് അറിയില്ല. മലയാളികൾക്ക് ശരിക്കും നല്ല ഇംഗ്ലീഷ് അറിയാം, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇച്ചിരി കുറവാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ഈ എക്സാമിന് അത്ര മാറ്റർ ആണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? പേഴ്സണലി ഞാൻ മലയാളം മീഡിയം പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. അപ്പം റൈറ്റിങ്ങിൽ എനിക്ക് ഒരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ്റർവ്യൂ ടൈമിൽ എനിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 1-on-1 സെഷൻ എടുത്തു, കുറേ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ വിത്ത് പ്രാക്ടീസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷൊന്നും വേണ്ട. നമ്മുടെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റിയാൽ അത് ഓക്കെയാണ്. എനിക്കും സെയിം അഭിപ്രായം. ബിക്കോസ് നമ്മൾ പിയർ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇംഗ്ലീഷ് ആയിരിക്കും, വൊക്കാബുലറി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഗ്രാമർ മിസ്റ്റേക്സ് ഡസൻറ്റ് റിയലി മാറ്റർ. ആ സമയത്ത് ഹൗ യു പ്രസൻറ്റ് യുവർ സെൽഫ് ആൻഡ് ഇഫ് യു ഹാവ് റിയലി ഗുഡ് കോൺഫിഡൻസ്, നമ്മൾ പറയുന്ന ഐഡിയാസ് അവിടെ എത്തണം എന്നുള്ളതാണ്. ആൻഡ് ഇഫ് യു ആർ ടോക്കിംഗ് ടു ദ പോയിന്റ്, ഈവൻ നമ്മൾ IAS ആയിക്കഴിഞ്ഞാലും വി വിൽ ബി മോസ്റ്റ്ലി കോൺവേഴ്സിങ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്. അവിടെ ഇംഗ്ലീഷ് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് വി വിൽ ഹാവ് പീപ്പിൾ ഹു വിൽ ബി ഹെൽപ്പിംഗ് അസ് ഔട്ട്. അപ്പം അവിടെ എനിക്ക് അറിയാം, എനിക്ക് ലൈക്ക് അമൃത പറഞ്ഞ പോലെ തന്നെ മലയാളം മീഡിയത്തിൽ വന്ന ആൾക്കാരെ ഞാനും കുറേ കണ്ടിട്ടുണ്ട്. 180+ സ്കോർ ചെയ്തിട്ടുണ്ട് അവർ ഇൻ്റർവ്യൂവിന്. ആൻഡ് ഇറ്റ്സ് എ റിയലി ഗുഡ് സ്കോർ. അതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു, അവരുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ദേ സ്കോർഡ് റിയലി വെൽ. അപ്പം എനിക്ക് ഇംഗ്ലീഷ് അത് പിന്നെ മലയാളികൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈവൻ ഇൻ essay, എത്തിക്സ് അതൊക്കെ വരുന്നുണ്ട് അവർക്ക്. നമ്മൾ ഈ ഒരു ഐഡിയ ഇതിവിടെ എഴുതണോ? പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ എഴുതും, അവർ ആ ഒരു കോൺഫിഡൻസിൽ അത് പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് അത്രയും സ്കോർ കയറുകയും ചെയ്യും. സോ ആ ഒരു ഇഷ്യൂ അല്ലാണ്ട് വേറെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് ആസ് എ മാൻഡേറ്ററി ഫാക്ടർ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതായത് ഇപ്പോൾ കണ്ടിരിക്കുന്നവരോടും ശരിക്കും ആക്ച്വലി UPSCയിലെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഐഡിയ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം എക്സാമിനറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എത്ര നല്ല ഇംഗ്ലീഷിൽ എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു എക്സാമിന് ഫാക്ടർ ചെയ്യുന്നില്ല. അങ്ങനെ പേടിയുള്ളവർ ശരിക്കും അല്ലേ ഇതൊക്കെ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇനിയും സിവിൽ സർവീസിലേക്ക് വരണം എന്നുള്ളതാണ്. പൊതുവേ ഇപ്പം സിവിൽ സർവീസിലേക്ക് വരുന്ന ഗേൾസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമ്പർ ഭയങ്കര കുറവാണ് ബോയ്സിന് വെച്ച് നോക്കുമ്പം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ ഒരു ഫാക്ടർ? വൈ വുമൺ ആർ നോട്ട് ഒന്നും അധികം വരുന്നില്ല എന്നുള്ളതിൽ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളൊരു സോഷ്യൽ പൊതുവെ കാണുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു 25 ആകുമ്പോഴത്തേക്കും സെറ്റിൽഡ് ആവണം എന്നുള്ള ചിന്താഗതിയുണ്ട്. അപ്പോൾ ആൾക്കാർ റിസ്ക് എടുക്കാൻ അത്രയ്ക്കും റെഡിയല്ല. ആ ഒരു ഇഷ്യൂ ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ കസിൻസൊക്കെ മിക്കവാറും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഈ സെറ്റിൽഡ് ആവാനുള്ള പ്രഷറും ഉണ്ട്. പെട്ടെന്നൊരു ജോബ് കണ്ടുപിടിക്കുക, കല്യാണം കഴിക്കുക, സെറ്റിൽ ചെയ്യുക, ആ ഒരു രീതി കണ്ടിട്ടുണ്ട്.
അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവരെ പോലെ സിവിൽ സർവീസ് ആവാന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു വളരെ മനോഹരമായിട്ടുള്ള ഇൻസിഡൻസ് നടന്നുള്ള ആളാണ് അമൃത. പൊതുവെ എല്ലാവർക്കും പറ്റുന്നതാണ് പുഷും പുള്ളും തമ്മിൽ മാറിപ്പോവുക എന്നുള്ളത്. എന്തായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിൽ പോയിട്ട് പുഷും പുള്ളും മാറിപ്പോയി എന്നിട്ട് പുഷ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ആ ഇൻസിഡൻറ്റ്? അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഡോറിനെ കവർ ചെയ്ത് കട്ടനുണ്ട്. അപ്പോൾ ഹാൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഞാൻ കുറച്ച് പാനിക്കായി. അവിടെ നിന്ന് ഞാൻ കുറച്ച് തിരിഞ്ഞ് കളിച്ചു. ഫൈനലി ഹാൻഡിൽ കണ്ടുപിടിച്ചു. അപ്പം പുഷോ പുള്ളോ എന്ന് ഡൗട്ടായി. അപ്പം ഞാൻ ഡോറ് പിടിച്ച് കുറച്ച് നേരം കളിച്ചു. അപ്പം ചെയർമാൻ വിളിച്ചു പറഞ്ഞു പുഷ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പുറത്ത് കടന്നത്. ഇപ്പം ഇൻ്റർവ്യൂവിന് ഇതേപോലെ എന്തെങ്കിലും രസകരമായ സംഭവം അങ്കിതയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല, എൻ്റെ ഇൻ്റർവ്യൂ അവർ ഭയങ്കര കോർഡിയലായിരുന്നു. അവർ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ എനിക്ക് ചില ഫാക്ച്വൽ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ഐ ഡോണ്ട് നോ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു, റെയിലിൻ്റെ പാർട്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്റ്റീൽ ട്രാക്ക് ഉണ്ട്, ബാലാസ്റ്റിൻ്റെ സ്ലീപ്പർ ഉണ്ട്, അത് നോർമൽ പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞ എഞ്ചിനീയറിംഗ് ടേം എന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് ഐ ഡോണ്ട് നോ പറഞ്ഞു. അപ്പം അതെ, നോക്കിയിട്ടില്ല. ആൻഡ് അറ്റ് ദ മൊമെന്റ് എനിക്ക് കിട്ടുന്നില്ല. എനിക്കറിയാം അത് എളുപ്പമുള്ള എന്തോ ഒരു സാധനമാണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെ റെയിൽ എന്നാണ് വിളിക്കുന്നത്, റെയിൽവേ ട്രാക്കിൻ്റെ റെയിൽ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു താങ്ക് യു. അപ്പോൾ ഇതുപോലെ കുറച്ച് സില്ലി ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ദേ റിയലി അണ്ടർസ്റ്റാൻഡ് നമ്മൾ അവരുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലായിരിക്കുന്നത്. അപ്പം കുറച്ച് ഐ ഡോണ്ട് നോ പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഇല്ല ഞാൻ കുറേ ഞാനും 5-6 ഐ ഡോണ്ട് നോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു മെമ്പർ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് എണീറ്റ് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ടഡ് ആവുമെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. ഞാൻ ഡയറക്റ്റ് ഫോക്കസ് ചെയ്തു. എനിക്ക് മുമ്പ് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി നടക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഒട്ടും നമ്മളെ ശ്രദ്ധിക്കാത്ത രീതിക്ക് ഇൻഡിഫറൻ്റ് ആയിട്ട് അവരിയ്ക്കും, അതിൽ വീഴരുത്, ജസ്റ്റ് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്കിതയെ സംബന്ധിച്ചോളാണെങ്കിലും ഈ ഇൻ്റർവ്യൂവിന് 201 മാർക്കാണ്. ഇപ്പോൾ വളരെ കംഫർട്ടബിൾ, കുറേ ഐ ഡോണ്ട് നോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ഇവർ രണ്ടുപേരും റൂംമേറ്റുമാണ്. അതേപോലെ തന്നെ രണ്ടുപേരുടെ ഇൻ്റർവ്യൂ ബോർഡും ഒരേ ആൾ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരേ ഇൻ്റർവ്യൂ ബോർഡിൽ വരുന്നു. അപ്പം രണ്ടുപേർക്കും ഒരേ സർവീസിൽ എത്തിച്ചേരണം എന്നാണോ ഇനി ആഗ്രഹം? അങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ഈ റാങ്ക് വെച്ചിട്ട് ഏതാ കിട്ടുമെന്ന് അറിയില്ല. സ്റ്റിൽ IRS കിട്ടണം എന്നാണ് ആഗ്രഹം. എനിക്ക് നമ്മുടെ സർവീസ് പ്രിഫറൻസ് ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. ഞാൻ IPS കുറച്ചും കൂടി മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. IFS ഓർ IPS, എനിക്ക് IFS ആണ് കുറച്ചുകൂടി താല്പര്യം. പക്ഷേ റാങ്ക് വെച്ചത് കിട്ടാൻ ഇച്ചിരി പാടാണെങ്കിലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. IRS ആണെങ്കിലും ഐ വിൽ ബി ഹാപ്പി വിത്ത് ഇറ്റ്, ഏത് സർവീസ് ആണെങ്കിലും.